ചില ദിവസങ്ങളിൽ രാവിലെ നോക്കുമ്പോൾ നമ്മൾ കാണാത്ത കുറേ നായ്ക്കൾ അവിടെ കൊണ്ടിറക്കരുത്. എനിക്ക് തോന്നുന്നു രാത്രി അവർ ഈ പേവിഷം ഈ കമ്പനികളുമായിട്ടുള്ള ബന്ധമാണ്. പട്ടികൾ വരെ പ്രസവത്തിൽ 5ഉം 10ഉം കുട്ടികളൊക്കെ അല്ലേ ആവുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പങ്ങൾ, അല്ലാതെ ഒന്നുമില്ല. ഇപ്പോൾ രാത്രി എന്ന് വേണ്ട, രാവിലെ എന്ന് വേണ്ട, ഏതൊരു സമയത്തായിരുന്നാലും അവിടെ ഒരു പട്ടി വഴിയിലുണ്ടെങ്കിൽ. പേവിഷബാധയേറ്റ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 3 കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതും വാക്സിൻ എടുത്ത കുട്ടികളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് കേരള സർക്കാർ തള്ളിമറിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത്. സത്യത്തിൽ നമ്മുടെ ആരോഗ്യ മേഖല സമ്പൂർണ്ണ പരാജയമല്ലേ? ഇതേപറ്റി ജനങ്ങൾക്ക് പറയാനുള്ളത് അവരോട് തന്നെ ചോദിക്കാം. ഞങ്ങൾ വാക്സിൻ നല്ലതാണ് കൊടുക്കുന്നതെന്ന് പറയുമ്പോഴും ഈ ഒരു സംഭവത്തിൽ സർക്കാർ പൂർണ്ണ പരാജയം എന്ന് പറയാനാവില്ലേ? പൂർണ്ണ പരാജയം എന്ന് പറയാൻ പക്ഷേ ആ മരുന്നിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ എക്സ്പയർ ഡേറ്റും ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനുള്ളത്. അപ്പോൾ ഈ അവരവിടെ വിശദീകരണം എന്ന് പറയണത് കഴുത്തിന് മുകളിൽ തലയിൽ കടിയേറ്റ വിഷം പെട്ടെന്ന് ബാധിക്കുമെന്നാണ് ഇന്നലെ TV ന്യൂസിലൊക്കെ കണ്ടത്. അപ്പോൾ ഇത് ഇപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഈ മരുന്ന് അത്ര കൊള്ളാത്തത് കൊണ്ടാണ്, നല്ല ഗുണനിലവാരം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടായിട്ട് എൻ്റെ അറിവിലില്ല. സർക്കാർ പൂർണ്ണ പരാജയം എന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് പറ്റിയിരിക്കുന്നത് വാക്സിൻ അത് സൂക്ഷിച്ചിരിക്കുന്നത് ശരിയായ രീതിയിലല്ല. അതുകൊണ്ടാണ് ഈ സർക്കാർ ആശുപത്രിയിൽ മാത്രമല്ലേ ഉള്ളൂ ഇത്. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ പിന്നെ കറണ്ട് പോയാലോ മറ്റേ ഇത് പറ്റിയിട്ടുണ്ട് പത്രത്തിൽ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആരോഗ്യ മേഖല നമ്പർ 1 എന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു തക്കതായിട്ടുള്ളൊരു നല്ലൊരു ഫെസിലിറ്റീസ് നമ്മുടെ ഹോസ്പിറ്റലൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സർക്കാർ ആശുപത്രിയിലെ ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് പരിപൂർണമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു വീഴ്ചയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ തെരുവ് നായ്ക്കൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ സർക്കാരിന് തരത്തിൽ ചെയ്യാം. അതല്ലെങ്കിൽ തെരുവ് നായ്ക്കൾ കൂടാതിരിക്കാൻ വേണ്ടി അതിനൊരു ബന്ധീകരണ സംവിധാനം ചെയ്യാം. മറ്റ് സ്റ്റേറ്റുകളിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പലയിടത്തും യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല. തെരുവുനായ്ക്കളങ്ങ് ഇഷ്ടംപോലെ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന മണലുള്ള ആ ഏരിയയിൽ പോലും ചില ദിവസങ്ങളിൽ രാവിലെ നോക്കുമ്പോൾ നമ്മൾ കാണാത്ത കുറേ നായ്ക്കൾ അവിടെ കൊണ്ടിറക്കരുത്. എനിക്ക് തോന്നുന്നു രാത്രി അവർ ഈ പേവിഷം ഈ കമ്പനികളുമായിട്ടുള്ള ബന്ധമാണ്. ഈ വലിയ കമ്പനികളില്ലേ ലോബി, അതിൻ്റെ പുറകിൽ ഈ നായ്ക്കൾക്ക് പേ ഇളവാനുള്ള മരുന്ന് കൊടുത്ത് ഇറക്കി വിടുകയാണ്. ഞാൻ തമിഴ്നാടാണ്. എനിക്ക് മലയാളം ശരിക്കും അറിയില്ല. പക്ഷേ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ആ കുട്ടി മരിച്ചെന്ന് പറയുമ്പോൾ എന്തോന്നാണ് എൻ്റെ ഇതെന്ന് നോക്കാതിരിക്കണം. എല്ലാവരും എല്ലാം കറക്റ്റ് വാക്സിൻസ് എടുത്തിട്ടുണ്ട്, കറക്റ്റ് ടൈമിൽ കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെയും എങ്ങനെയാണ് ഇത് പറ്റിയത്? അതാണ് ആരോഗ്യ മേഖലയുടെ ശുഷ്കാന്തിക്കുറവ് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവിടുത്തെ ഡോക്ടർമാരുടെയും മറ്റു കാര്യങ്ങളുള്ള ആൾക്കാരുടെ എല്ലാ പ്രവർത്തനത്തിലും വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നില്ല. അതിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ പേവിഷബാധ ഉണ്ടാകാതിരിക്കാനാണ് ഞങ്ങൾ എടുക്കേണ്ടത്. പക്ഷേ ഇത് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ വരണമെന്ന് പറയുമ്പോൾ അതൊരു പരാജയം തന്നെയാണ്. പരാജയമാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെയുള്ളൊരു സംഭവം ഇനി ഉണ്ടാകാതിരിക്കാനായിട്ട് പേപ്പട്ടികളെ എന്താണ് ചെയ്യേണ്ടത്? എല്ലാത്തിനെയും കൊല്ലണം. അത് തന്നെയാണ്. പിന്നെ ഞാൻ ഒരുപാട് ഡൽഹിയും ബോംബെയിലൊക്കെ താമസിച്ചു വരാം. ഒരു സ്ഥലത്തും നായ്ക്കൾ ഒന്നും ഓടിയൊന്നും ചാടിക്കിടിക്കില്ല. ഇവിടെ കേരളത്തെ പട്ടികൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പിടിക്കുമ്പോഴാണ് അല്ലേ ചാടിക്കാരി പിടിക്കുകയാണ് അവിടെ. അത് ഇവിടെ കേരളത്തിലെ ആൾക്കാരുടെ സ്വഭാവവും നായ്ക്കളുടെ സ്വഭാവവും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ അതാണ്. നായ്ക്കളെ കൺട്രോൾ ചെയ്യാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന് നല്ലൊരു രീതിയിൽ ഇവർ മറ്റേ കമ്പനികൾ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനിയുണ്ടല്ലോ, അവരതിന് കുത്തകയായിട്ട് ഇതിന് കോൺട്രാക്ട് എടുത്തിരിക്കുകയാണ്. സർക്കാരിന് കാശ് കൊടുത്തിട്ടായിരിക്കും അവർ തന്നെ ഇതിനെ കൺട്രോൾ എന്തുകൊണ്ട് പറ്റില്ല? കോർപ്പറേഷന് ചെയ്യാം. പണ്ടൊക്കെ ചെയ്യുമായിരുന്നല്ലോ നമ്മൾ. കോർപ്പറേഷനിൽ വന്ന് പട്ടികളെ പിടിച്ചുകൊണ്ട് പോകും, കൊല്ലണ്ട. ഈ നായ്ക്കളെ സ്നേഹം കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മൃഗസ്നേഹികൾ, എന്നിട്ട് അവർക്ക് ഒരു 2 ഏക്കർ സ്ഥലം വായിച്ച് അവിടെ കൊണ്ട് നായ്ക്കളെ കൊണ്ടിട്ട് ഭക്ഷണം കൊടുത്തൂടെ? ആരോഗ്യ മേഖല പരാജയമാണെന്ന് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. ഒരു അവയർനെസ് ഇവിടെ ജനങ്ങൾക്കില്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. എന്താണ് പേവിഷബാധ ഏറ്റാൽ നമ്മൾ എന്താണ് പ്രിവെൻഷൻ എടുക്കേണ്ടെന്ന കാര്യം ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പേവിഷ ഇങ്ങനെ ബാധ ഏൽക്കാതിരിക്കാനായിട്ട് നമുക്കിനി കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും സർക്കാരിന്? സർക്കാർ അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിയും എടുക്കണം. ഈ വന്ധീകരണ പ്രത്യേക എല്ലാം ചെയ്യണമെന്നാണ് അഭിപ്രായം.
ഇല്ല, അത് പറയാൻ പറ്റത്തില്ലല്ലോ പരാജയമാണെന്ന്. എന്തുകൊണ്ടാ? അത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സഡൻലി പേവിഷബാധ എടുത്ത് 100-ൽ ഒരു പേഷ്യൻ്റാണ് ഇതിന് ഇൻസിഡൻറ്റിൽ മരിക്കണുള്ളൂ. അതിപ്പോൾ ഒരു ആരോഗ്യ മേഖലയിൽ കുറവൊന്നും കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ 2022 സമാനമായൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തെരുവുനാളിശയിലെ രൂക്ഷമായൊരു സാഹചര്യം ഉണ്ടായപ്പോൾ രാജേഷ് പറഞ്ഞിരുന്നു, ഞങ്ങൾ കോവിഡ് സമയത്ത് എങ്ങനെയാണോ പ്രതിരോധം തീർത്തത് അതുപോലെ പ്രതിരോധം തീർക്കും, വാക്സിൻ കൊടുക്കും. അത് ഫലപ്രദമാക്കിയിട്ടില്ല. അതൊരു മൈനസ് പോയിന്റ് ആണ്. അത് വേണ്ടതാണ്. മനുഷ്യന്റെ ജീവന് ആദ്യം വില കൊടുക്കുക, അത് കഴിഞ്ഞാണ് മൃഗങ്ങൾ. അതാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ. എടുത്ത കുട്ടികൾ മരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരോഗ്യ മേഖല പറയണത് തലച്ചോറിനും അങ്ങനെയുള്ളത് ഏറ്റത് അതൊരു ക്രിട്ടിക്കൽ മൂവ്മെൻറ്റിലേക്കാണല്ലോ പോണത്. പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുമല്ലോ. ഇപ്പം അങ്ങനെ ഈ ക്രേറ്റിൻ്റെ സ്നേക്ക് ബൈറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പോയിസൺ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെയുള്ളൊരു വ്യത്യാസം കാണുമായിരിക്കും. നമുക്കിപ്പോൾ ആരോഗ്യ മേഖലയെ പറ്റി അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ കേരളത്തിലൊരു നല്ല ആരോഗ്യ മേഖലയാണ് ബാക്കിയുള്ള സ്റ്റേറ്റ് വെച്ചൊക്കെ. ഞാൻ എല്ലാ സ്റ്റേറ്റിലും പോണതാണ്. ഗുജറാത്തിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫാർ ബെറ്റർ ആണ് കേരള. ഇപ്പോൾ ഇനി പേവിഷബാധ ഒരു പക്ഷേ ഇനി ആ വൈറസുകൾക്ക് മ്യൂട്ടേഷൻ പറ്റി ആ ഒരു മെഡിസിൻസിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ എന്തായാലും സയൻറ്റിഫിക് പ്രൂവ്ഡ് അല്ല, ഒരു തരത്തിലും അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആരോഗ്യ അവരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ എടുക്കുന്ന വാക്സിനേഷൻ എടുക്കുന്ന അതൊക്കെ നമുക്കിപ്പോൾ സിനിമയിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ അവരുടെ ഇതിൽ വേറെ ജീൻസ് ഉണ്ട്, അത് ഈ ഒരു ഇത് ഏക്കത്തില്ല, അങ്ങനെ ഒക്കെ നമുക്ക് ജസ്റ്റ് ഒരു മിത്തായിട്ടൊക്കെ കരുതാനേ പറ്റത്തുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ സയൻറ്റിഫിക്കായിട്ട് പ്രൂവൺ അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ കരുതാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ക്രെഡിബിൾ ആയിരിക്കണം. ഇപ്പോൾ ഗവൺമെൻറ് ആയിരുന്നാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നാലും കുറച്ചുകൂടി വിസിബിൾ ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ മൂലയിലും നമുക്ക് ആളെ നിർത്തി പട്ടി പിടിക്കാൻ പറ്റത്തില്ല. ചെയ്യുന്ന കാര്യം ഒന്ന് നീറ്റായിട്ട് ചെയ്യണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്. പക്ഷെ അത് ഒരു ന്യൂസോ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോൾ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ വരണം, ഇലക്ഷൻ വന്നാലും അവർക്ക് ജയിക്കുമെന്ന് തോന്നുന്ന സ്ഥലത്ത് മാത്രമേ അവരങ്ങനെ ചെയ്യത്തുള്ളൂ. തീർച്ചയായിട്ടും പരാജയം തന്നെയാണല്ലോ. ശ്രദ്ധിക്കേണ്ട അധികാരികൾ അത് ശ്രദ്ധിക്കാതെ വരുന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ കാര്യക്ഷമമായ രീതിയിൽ അത് ശ്രദ്ധിക്കണം. സർക്കാരിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ? അതിന് കൂടുതൽ പഠനങ്ങൾ നടത്തി, എത്രത്തോളം നല്ല രീതിയിൽ പഠനങ്ങൾ നടത്തി അത് മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി മുൻകൈ എടുത്താലേ നടക്കുകയുള്ളൂ. പരാജയമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അത് എന്തുകൊണ്ടെന്ന് ആ മെഡിസിൻ്റെ വാക്സിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ആ വാക്സിൻ എടുക്കുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ പരാജയമാണത്. ആരോഗ്യവകുപ്പിന് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെക്കുറിച്ച്? സർക്കാർ ഗുണനിലവാരം നോക്കിയിട്ടല്ലേ ഇതൊക്കെ എടുക്കുന്നത്? ഗുണനിലവാരമായിട്ട് അങ്ങനെ റാൻഡമായിട്ട് നോക്കുന്നതാണ്. ഓരോ മെഡിസിൻ അവർക്ക് നോക്കാൻ പറ്റില്ലല്ലോ. റാൻഡമായിട്ട് നോക്കുന്നതിൽ ചിലപ്പം ഓക്കെ ആയിരിക്കാം, പക്ഷേ മെഡിസിൻ ഉണ്ടാക്കുന്ന കമ്പനിയുടെ മിസ്റ്റേക്കാണത്. ആരോഗ്യ മേഖല പരാജയമാവാം. അതുമാത്രമല്ല ഈ മെഡിസിൻസ് വാങ്ങുന്നത് അത്ര റിലയബിൾ അല്ല എന്നാണ് തോന്നുന്നത്. അതിപ്പോൾ മുൻകാലങ്ങളിൽ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിനെ പറ്റി കേൾക്കുന്നൊരു അപവാദം മാറി മാറി വരികയായിരുന്നു. പിന്നീടാണ് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു കുട്ടി ഇങ്ങനെ വാക്സിൻ എടുത്ത കുട്ടി മരിച്ചു എന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ന്യൂസായത്. ഈ ഇടയ്ക്ക് അങ്ങനെ കുറച്ച് കേസസ് ഉണ്ടായിട്ടുണ്ടായെങ്കിലും അത്ര കോൺട്രവേഴ്സി ഉണ്ടായിട്ടില്ല. മുന്നേ ഒരു ന്യൂസ് ഉണ്ടായതുപോലെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മീൻസ് ഈ കാശ് ചുരുക്കിയോ ചെറിയ കമ്മീഷൻ അടിച്ചോ ഈ ഇടനിലക്കാരെന്തെങ്കിലും ഒരു കമ്മീഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനത്തെ ഒരു ഗുണനിലവാരമില്ലാത്ത വാക്സിൻ ആവാം, അല്ലെങ്കിൽ അങ്ങനത്തെ മെഡിസിൻസ് ആവാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കാലിലെ പിടിച്ച് ദൂരെ എറിയാൻ നോക്കും, അല്ലെങ്കിൽ എല്ലായിടത്തും എറിയും അല്ലേ? അപ്പം തീർച്ചയായും ഭക്ഷണമില്ല. രണ്ടാമത് ഈ ഉപദ്രവിക്കാൻ ആൾക്കാർ തീർച്ചയായും കാര്യം അതിന് ആൾക്കാരെ കാണുമ്പോൾ അതിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ എന്നെ ആക്രമിക്കാൻ വരാണ്. അതാണ് കാര്യം. മറ്റ് പ്ലേസിൽ നമ്മൾ നോക്കിയാൽ അത് വെളിയിൽ പോകുമ്പോൾ അറിയാം. ഈ നായ്ക്കൾ ഒരു നായ്ക്കളും സ്കൂൾ പിള്ളേരൊക്കെ വന്നുകൊണ്ട് പട്ടിയിൽ കളിച്ചിട്ടാണ് പോകുന്നത്. തെരുവ് നായ്ക്കളൂടി ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ആൾക്കാർ നമ്മളെ വീട്ടിലൊക്കെ ഒന്നും ചെയ്യുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വാക്സിൻ കമ്പനിയായിട്ടുള്ള ലോബിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ കോർപ്പറേഷന് ഇതൊക്കെ വന്നിട്ട് അവർക്ക് ഇഞ്ചക്ഷൻ കൊടുത്താൽ അതിൻ്റെ മന്ദീകരണം ചെയ്ത് വിടാം. വേറെ ഏതോ ഒരു സ്ഥലത്ത് വേറൊരു കുട്ടിയും ഇതേപോലെ മരിച്ചില്ലായിരുന്നു. അപ്പം വാക്സിൻ ഫലപ്രദമാവുന്നില്ല, ഗുണനിലവാരമുള്ളതായിരിക്കത്തില്ല. ഇല്ല, പരാജയം തന്നെ 100%. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വിഷബാധയ്ക്കുള്ള അതിൻ്റെ സിസ്റ്റമായിട്ടുള്ള മരുന്നുകളൊന്നും കണ്ടുപിടിക്കാറ്റുണ്ട്. കുറവുകൾ അല്ലെങ്കിൽ മരുന്ന് കണ്ടുപിടിച്ച മരുന്നുകൾക്ക് എന്തെങ്കിലും പാകതകളുണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റില്ലല്ലോ. പരാതി എന്ന് പറയുന്നതല്ല, പറ്റുന്ന സർക്കാർ നല്ല രീതിയിൽ നടത്തിക്കഴിഞ്ഞാൽ ഒന്നും പ്രശ്നങ്ങളില്ലല്ലോ. പട്ടികളെ വന്ധീകരണം ചെയ്യണത് നല്ലതാണ്. പക്ഷേ എത്ര പട്ടികളെ വന്ധീകരണം ചെയ്യും?
പ്രതികരണം ചെയ്യാതെ തന്നെ പട്ടികൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അല്ല, സർക്കാർ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് കാര്യക്ഷമമാണ്. സർക്കാർ നല്ല രീതിയിൽ കാര്യക്ഷമം ആക്കുന്നുണ്ട്. പക്ഷേ പട്ടികൾ വരെ പ്രസവത്തിൽ 5ഉം 10ഉം കുട്ടികളൊക്കെ ഇല്ലേ ആവുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പങ്ങൾ. അല്ലാതെ ഒന്നുമില്ല. മനുഷ്യന് നിയന്ത്രണങ്ങളുണ്ട്, പട്ടിക്കും മൃഗങ്ങൾക്കൊന്നും നിയന്ത്രണങ്ങളില്ലല്ലോ. ഇല്ല, അത് പറയാൻ പറ്റില്ല. കുട്ടിയുടെ വേറെ അസുഖങ്ങളുണ്ടായിരുന്നിരിക്കാം ചിലപ്പോൾ. ആ വാക്സിനെ രക്ഷാപ്രവർത്തനമായിട്ട് അത് ബാധിക്കാത്ത നിലയിൽ ഇരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതുകൊണ്ട് പേപ്പട്ടി വിഷയുടെ ബാധകം അത് വാക്സിൻ എടുത്തത് കൊണ്ട് എന്നിട്ടും പ്രയോജനപ്പെടാതെ പോയി എന്നുള്ളത് കൊണ്ട് അത് പൂർണ്ണമായിട്ടും പരാജയമാണെന്ന് പറയാൻ ഇന്നത്തെ 2021 സമാനമായിട്ട് തെരുവുനായ ശല്യം രൂക്ഷമായപ്പോൾ MP രാജേഷ് പറഞ്ഞിരുന്നു, നമ്മൾ കോവിഡ് സമയത്ത് എടുത്ത രീതിയിൽ ഒരു പ്രതിരോധം സ്വീകരിക്കണം, വാക്സിൻ എല്ലാവരും എടുക്കണം, അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ആൾക്കാരെ നിയോഗിക്കണം. പക്ഷേ സർക്കാർ അത് കാര്യക്ഷമമായിട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കത്തില്ലേ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാകുന്നത്? പ്രവർത്തനങ്ങൾ ഇങ്ങനെ ശരിയാക്കി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാം ഒരേ സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഇങ്ങനെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ, ഗവൺമെൻറ് മാത്രം അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രം അത് ശക്തിപ്പെടണമെന്നുള്ളതില്ല. ജനങ്ങൾ ജനങ്ങളുടേതായ പക്ഷത്ത് നിന്നും കൊണ്ട് അവരുടേതായ അതിൻ്റെ ഞങ്ങൾക്കും അത് പങ്കുണ്ട് എന്ന് ബോധപൂർവം പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമേ എല്ലാം വിടും. അല്ല, യൂണിറ്റി സ്ട്രെങ്ത് എന്നാണല്ലോ ഞാൻ പറഞ്ഞില്ല. ഇത് മെഡിസിൻ ഉണ്ടാക്കുന്ന, വാക്സിനേഷൻ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഫെയിലിയറാണ്. അവർ ഉണ്ടാക്കുന്ന എന്തെങ്കിലും അതിൻ്റെ കെമിക്കലിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അല്ലാതെ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ രണ്ടമായിട്ട് ആണ് നോക്കുന്നത്. പിന്നെ ഇത് നേരത്തെ ഇങ്ങനെയുള്ള വാക്സിനേഷൻ കൊടുത്തിട്ടും മരണം സംഭവിക്കുന്നുണ്ട്, പക്ഷെ പബ്ലിസിറ്റി ആവുന്നില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത അലഞ്ഞെരിഞ്ഞ് നടക്കണം പട്ടികളെയൊക്കെ പിടിച്ച് വന്നതിനെ ഇഞ്ചക്ഷൻ വെച്ച് മാറ്റുകയോ അല്ലെങ്കിൽ വന്ധീകരണം അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പോൾ പട്ടികൾ കുറേ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് മന്ത്രിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങളോട് അതൊന്ന് നോക്കണം. ജനങ്ങൾക്ക് വേണ്ടിയത് അവിടുത്തെ ഓരോ പഞ്ചായത്തിലെ ആയാലും മറ്റുള്ളിടത്തെ ആയാലും ആൾക്കാർ ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യണം. പഞ്ചായത്തിലെ പ്രസിഡന്റുമാരായാലും മെമ്പർമാരായാലും അവർ മുന്നിട്ട് ഇറങ്ങി വേണം ചെയ്യാൻ. അല്ല മന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മന്ത്രി പഞ്ചായത്തിലെല്ലാം ഓടി നടക്കാനൊക്കെ ഒക്കത്തില്ല. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരാന്ന് വെച്ചാൽ അവരാണ് അത് ചെയ്യേണ്ടത്. അല്ല മറ്റുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മന്ത്രിസഭയെ കുറ്റം പറഞ്ഞിട്ടോ പിണറായിയെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും നടക്കത്തില്ല. ഇതിനായിട്ട് പഞ്ചായത്തിലും അത് പഞ്ചായത്ത് തലത്തിലാണ് ഇത് മുഖ്യമായി എടുക്കേണ്ട കാര്യം. ഇവിടെല്ലാം എന്തുമാത്രം പട്ടികളാണ് കിടക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കടിച്ചു കഴിയുമ്പോഴല്ലേ ഇതിനെപ്പറ്റി വിശകലനവും മറ്റു കാര്യങ്ങളും നടത്തുന്നത്. ഇനി അടുത്ത വർഷമേ കാണത്തുള്ളൂ. ഇനി ഒരു കൊച്ചു മരിക്കുമ്പോൾ പിന്നെ അത് പട്ടികളെ വന്ധീകരിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് മാത്രം പൂർണ്ണമായിട്ട് ചെയ്തെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ലല്ലോ. അത് പൂർണ്ണമായിട്ട് സർക്കാർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ചെയ്യേണ്ടത്. അതിനകത്ത് സുപ്രീം കോടതിയൊക്കെ ഇടപെട്ടിട്ടില്ലേ ഇതിനു മുമ്പ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എനിക്ക് പോലും പേടിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നു എന്നുള്ള ഇത്. ഞാനിപ്പോൾ ഒരു നാട്ടുമ്പുറത്തുള്ള പയ്യനാണ്. അപ്പോൾ എനിക്കവിടെ അറിയാം, നമ്മളൊരു വഴിയെ പോകുമ്പോൾ ഇപ്പോൾ രാത്രി എന്ന് വേണ്ട രാവിലെ എന്ന് വേണ്ട ഏതൊരു സമയത്തായിരുന്നാലും അവിടെ ഒരു പട്ടി വഴിയിലുണ്ടെങ്കിൽ ഞാൻ ഏതൊരു യൂട്യൂബിൽ കണ്ട മീൻസ് എൻ്റെ കണ്ണിൽ നോക്കരുത്, കണ്ണിൽ നോക്കിയാൽ നമ്മൾ ആക്രമിക്കാൻ വന്നാൽ കടി കിട്ടും ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കാറില്ല, കാരണം ഭയന്നിട്ടാണ്. അതായത് എല്ലാ മൂലയിലും നമുക്ക് ഒരാളെ കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു സംഖ്യ കുറയ്ക്കാം, അവരുടെ ഒരു എണ്ണം കുറയ്ക്കാം. അതിനിപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് വീണ്ടും അതിൻ്റെ റീപ്രൊഡക്ഷൻ ഒന്നും ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ലല്ലോ അത് ചെയ്യേണ്ടത്. അല്ല, അതായത് ഇഷ്യൂ ഇല്ലാത്ത സമയത്തും അതിൻ്റെ മീൻസ് അതിൻ്റെ റീപ്രൊഡക്ഷൻ വരാത്ത രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത നായ്ക്കൾ വീണ്ടും പെരുകുന്നു. അതായത് അതേ നായ തന്നെ വീണ്ടും അങ്ങനത്തെ കേസസും ഉണ്ട്. അതായത് ഇപ്പോൾ എന്ത് ചെയ്താലും അതിലൊരു ക്രെഡിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു ഗുണനിലവാരമില്ല. ആ രീതിയിലോട്ട് ആവുന്നില്ല. എന്താണ് പ്രശ്നമെന്ന് അറിയത്തില്ല. അത് ഇപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാഞ്ഞിട്ടല്ല. ഉള്ള പട്ടികളൊക്കെ നശിപ്പിക്കാൻ നോക്കുമോ? അങ്ങനെ അതും പാവമല്ലേ. എന്നാലും മനുഷ്യന്റെ ജീവനാണെങ്കിലും മനുഷ്യന് വിലയുണ്ട്, പട്ടിക്ക് വിലയല്ല. എന്നാലും അതൊരു ജീവനല്ലേ. ആ ജീവനെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. ജീവൻ തന്ന ആളിനല്ലേ ജീവൻ എടുക്കാനുള്ള അവകാശമുണ്ട്.
പക്ഷെ വന്ധ്യം കരണമൊക്കെ കുറച്ചുകൂടെ ഒന്ന് ശാക്തീകരിക്കുകയാണെങ്കിൽ മേ ബി കുറച്ചുകൂടെ ഇതുപോലെയുള്ളതൊക്കെ അങ്ങനെയല്ല, എല്ലാ ജീവികളും ജീവിക്കണ്ടേ? ദൈവം തന്ന ഭൂമിയല്ലേ, അതിലെല്ലാ ജീവികളും ജീവിക്കണ്ടേ? അത് പട്ടിയാവാം, മനുഷ്യനാവാം, മനുഷ്യനെ പോലുള്ള മറ്റുള്ള ജീവികളും ചിലപ്പം വേറെ ലോകങ്ങളിലും കണ്ടാവാം. നമുക്ക് പട്ടികളെയാണ് നമ്മൾ വലിയ ശത്രുവായിട്ട് കാണുന്നത്. അത്ര വലിയ ശത്രുവൊന്നുമല്ല. എൻ്റെ വീട്ടിലും പട്ടിയുണ്ട്, ഞാനും നല്ല രീതിയിലാണ് വളർത്തുന്നത്. എന്നാൽ അലനിടുന്ന പട്ടികളൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. അതിനപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിനകത്ത് പറ്റിയെന്ന് പറഞ്ഞാൽ വാക്സിന് കറണ്ട് പോകുന്നുണ്ട്. കറണ്ട് പോകുമ്പോൾ അതിൻ്റെ പത്രത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി, എത്ര ഡിഗ്രിയിലാണ് അത് വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി പോകുന്നു, ഗുണനിലവാരം പോകണം. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പറയുന്ന കണക്ക് കയ്യിലും പിന്നെ തലയിലും കടിച്ച പിന്നെ രക്ഷപ്പെടുത്തൊന്നുമില്ല. അത് ഉള്ള കാര്യമാണ്. ഇതിനു മുമ്പ് ഇപ്പോഴല്ലല്ലോ അത് സംഭവിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. പിള്ളേരെയാണ് കടിക്കുന്നത്, തലയിലോ കഴുത്തിലോ അങ്ങനെ കടിച്ചാലോ രക്ഷയൊന്നുമില്ല. കുറച്ചുകൂടെ തെരുവ് നായകളുടെ വന്ധ്യീകരണം നടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇത് ചെയ്യാൻ പറ്റും. ഒരു തെരുവായ കൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾക്ക് തന്നെ ആക്രമണം എല്ലായിടത്തും ഉണ്ട്. നല്ലൊരു ആക്രമണം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വളരെ ശൈര്യപൂർവ്വം നിൽക്കുന്നതുകൊണ്ടാണ് അത് പിടിച്ച പട്ടിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് കടിക്കും. ഇവിടുത്തെ പട്ടികളെന്ന് പറഞ്ഞാൽ ആൾക്കാരെക്കാളും പെട്ടെന്ന് ഇപ്പോൾ നമ്മളൊരു കടയിൽ തന്നെ ചെന്ന ഒരു ആളിനോട് നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ മലയാളി തന്നെ ഒരു കടയിൽ ചെന്ന ഒരു സാധനം വായിച്ച് എന്തെങ്കിലും ഒരു സാധനം സാറേ ഇത് ശരിയല്ല, ഇതൊന്ന് മാറ്റി വാണിങ് എടുത്തോണ്ട് പോകും അല്ലേ, ആ ഒരു മൈൻഡ്. പക്ഷെ വെളിയിൽ അങ്ങനെയല്ല. നമ്മൾ എടുത്തു കൊടുക്കുന്ന സാധനത്തിന് അവർ കാര്യം നമ്മൾ പൈസ കൊടുക്കുകയാണ്, നമ്മളാണ് അവിടെ മുതലാളി. പിന്നെ അല്ലേ, അതുപോലെ നമ്മൾ കാശ് കൊടുക്കുമ്പോൾ പച്ചക്കറി ആയാലും ഫ്രൂട്ടായാലും എവിടെ ആയാലും നമ്മളൊരു ബക്കറ്റ് ഇട്ടിട്ടുണ്ട്, ആ ബക്കറ്റ് എടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടത് കേടുപാടൊന്നും ഇല്ലാത്ത തിരിഞ്ഞെടുത്ത് നമ്മൾ കൊടുക്കും. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം, അവർ തൂക്കിത്തരും. അതാണ് കാര്യം. അപ്പോൾ അതുപോലെ മനുഷ്യൻ്റെ നമ്മളെ BP കുറഞ്ഞിരിക്കും വെളിയിലൊക്കെ. ഇവിടെ വെളിപ്പിയും നമ്മൾ ഒന്നിനൊന്ന് കുറഞ്ഞ ബസ്സിൽ കയറിയാലും അത് തന്നെ അല്ലേ, കണ്ടക്ടർ ഒന്ന് കൊടുത്തു, അതിന് ചില്ലറയില്ല, എഴുതി ചിലപ്പോൾ ഇറങ്ങി നേരത്തെ ചില്ലറ ചായക്ക് ദേഷ്യം വരും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട്. അതുപോലെ തന്നെ നായ്ക്കളെ ഒരുപാട് തീർച്ചയായും അതിന് സംരക്ഷിക്കാം. അതിന് പേളവാത്ത രീതിയിലുള്ള സംരക്ഷിക്കാം. ഇപ്പം മരിക്കുന്നവർ പാവപ്പെട്ട മക്കളെല്ലാം മരിക്കും, ഈ വലിയ ചൈനന്മാരെ മക്കൾ കഴിക്കും. ഇപ്പം നിങ്ങളിതുപോലെ നടക്കും, നിങ്ങളെയും കടിക്കാം അല്ലേ, നമ്മളെയും കടിക്കാം. പുറകിട്ട് വന്ന് പെട്ടെന്ന് കടിക്കുകയാണ്. പക്ഷേ വെളിയിലെ പട്ടികൾ കടിക്കില്ല, അതിന് ഭക്ഷണം കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടി ആരും ആക്രയിച്ചില്ല.